നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? കാണുന്നുണ്ടോ? ഇതാ അങ്ങോട്ട് നോക്കൂ. നിങ്ങളതാ കാണുന്നുണ്ടോ? ആ ഇരിക്കുന്ന ചക്കപ്പുഴുക്ക് തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പ്ലാത്തിലും നമ്മൾ വലിയ കയറും. പ്ലാത്തെ വലിയ കയറൂല കേട്ടോ, തോട്ടി കൊണ്ട് കയറും. ചേട്ടന് കോള് വന്നിട്ടുണ്ട്. ചേട്ടനപ്പം ഇങ്ങനെ ക്യാബേജിൻ്റെ ഇലയൊക്കെ എടുത്ത് ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കിയൊക്കെ വെക്കും. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ എന്തെങ്കിലും പുതിയതായി കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വാ പിടിക്കടാ, അങ്ങ് അറ്റത്ത് പോയി പിടിക്കാം. എന്നോട് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? കാണുന്നുണ്ടോ? ഇതാ അങ്ങോട്ട് നോക്കൂ, ഒരു പച്ചപ്പ് കാണുന്നു. ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് പൂച്ചെടി. കളറുള്ള ഒരു സൈസ് പാമാണ്, കണ്ടോ? റെഡ് കളറ്. അത് വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. ഈ ഭാഗത്ത് നമുക്ക് തണലില്ല, അപ്പം നമുക്ക് ഈ ഭാഗത്ത് തണലുമാകും. ഈ പറമ്പ് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് കിടന്ന് വേറെ വീടൊന്നും ഇല്ലാതെ കിടന്നപ്പോൾ ഇവിടെ 2 മാവ് നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ വഴിയായി കഴിഞ്ഞപ്പം തണലൊക്കെ പോയപ്പോൾ നമുക്കിവിടെ തണൽ നട്ട് വെച്ചതാണിത്. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന വയലറ്റ് തണൽ ആൻസാണ് കേട്ടോ, അതിനെ നട്ടേക്കുന്നതല്ല. അതിങ്ങനെ ഇടയ്ക്ക് വന്ന് കയറിയതാണ്. ഈ ചൂടത്തോ ആരും അറിഞ്ഞു പോയിന്ന്. ആ പിന്നെ പോടാർക്കാവുന്ന നീ നനയ്ക്കൊന്നും വേണ്ട. നനയ്ക്കണോ? ഇതാ മഴ പെയ്യുന്നതെന്ന് നോക്കിയിട്ട് നനച്ചാൽ മതി, വെറുതെ എന്നത്തിനാടാ. അപ്പോൾ അതാ ഇവിടെ എല്ലാ ചേട്ടൻ പാം നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പം ഇവിടെ നട്ട ചെടി മൊത്തം പോയി. ഗന്ധരാജനും പോയി, ചെത്തിയും പോയി, ഒന്നും കിട്ടിയില്ല. പിന്നെ അതാ പുതിയതായിട്ടൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ഈ ചെമ്പരത്തി, അല്ലാതെ ഇതിൻ്റെ പേരെന്നായിരുന്നു, ജമന്തി പൂക്കൾ. ഇതേ നമ്മുടെ പട്ടത്തി. പിന്നെ നമുക്ക് കുറച്ച് റോസാപ്പൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മഴയുടെ ഒരു കരുത്ത് കൊണ്ട് ഇപ്പം റോസാപ്പൂ ഒക്കെ ഉണ്ടായി. അതുപോലെ കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാട് ചേട്ടൻ കിളച്ച് കളയുമ്പോൾ അതിന് മുന്നേ തന്നെ ഒരു ചട്ടിയിൽ ഇച്ചിരി മണ്ണെടുത്തിട്ട് ഇതാ ഇടയ്ക്ക് നിൽക്കണ 10 മണി പുഷ്പം ഉണ്ടായിട്ടുണ്ട്. കണ്ടോ ചേട്ടാ? നമുക്ക് ചട്ടിയിലേക്ക് ഇപ്പം മാറ്റിയാലോ? ഇതേ അകത്തേക്ക് ഈ കാടാവും. ഇതേ 10 മണി പുഷ്പത്തിൽ പൂ വരെ ഉണ്ടായി. അതിനകത്ത് പൂവുണ്ട്. ദേ പുതിയ പൂവുണ്ടായി. വാങ്ങി വെച്ച ചെടിയാണെങ്കിലും നല്ല സൂപ്പറാണ് കേട്ടോ. ഇഷ്ടം പോലെ മുട്ട ഉണ്ടാവുന്നുണ്ട്. മുട്ട അല്ലല്ല, ഇത് മറ്റേതാ. ബ്ലാക്ക് റോസ പിടിക്കും പോകും പറഞ്ഞ് നിൽക്കുക. ഞാനാണെങ്കിൽ അവിടെ ഒരു പാവൽ പാകിയിട്ടുണ്ടായിരുന്നേ. നമുക്കത് എവിടം വരെ ആയിന്ന് പോയി നോക്കിയാലോ? വല്ല നടപടി ഉണ്ടായോ, എന്തേലും ഉണ്ടായോന്ന്. അയ്യോ, അത് ഉണങ്ങിപ്പോയല്ലോ ചേട്ടാ. നനച്ചു കൊടുക്കാത്ത ചേട്ടാ. ആ പാവല് പോയി. എടാ ആൻസ, പാവൽ ഉണങ്ങിപ്പോയടാ. അന്ന് നീ ചോദിച്ചില്ല. കഷ്ടവായിപ്പ്. സാരമില്ല, ആലോചിച്ച് നോക്ക്. എല്ലാം നിറച്ച ഇലയ, മരമൊന്നുമില്ലേലും ഇലയോടിലയാണ്, ഇലയോടില. ഇനിയിപ്പം നമുക്ക് വേണ്ടതൊരു ചെരുപ്പ് വെക്കാനുള്ള സ്റ്റാൻഡാണ്.
ദേ മുല്ലയ്ക്ക് പൂവുണ്ടായി. ദേ മുല്ലയ്ക്ക് പൂവുണ്ടായി. ഇതാ മുല്ലമൊട്ട്. വാവ് മുല്ലമൊട്ട്. അയ്യാടാ കട്ടമുല്ലയാ. നല്ല വലിയ മുല്ലപ്പൂവാ അല്ലേ? നിറച്ചുണ്ടായിട്ടുണ്ട് മുട്ട. കുറച്ചധികം ഉണ്ടായിരുന്നു. തലേ പറിച്ച് വെക്കാറുണ്ട്. ദേ നല്ല മുല്ലമുട്ട കേട്ടോ. സൂപ്പറാ. ആ പാവയ്ക്ക ഉണങ്ങിപ്പോയി നനയ്ക്കാതെ. കേട്ടോ എന്നാ കേട്ടോ? ആ കാ പാകിയത്. അല്ല എനിക്ക് ഇത് മണക്കാൻ എങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ച് നട്ട് ഇതാക്കി. ഒരു കാക്ക കഷ്ടപ്പെട്ട് വെല്ലുവായിൽ അലറിക്കൊണ്ട് പോണു. കാക്കക്കൂട് കാണിക്കാമേ. അവിടെ കാക്കക്കുഞ്ഞ് വീണാർന്നു എന്ന് പറഞ്ഞ കേട്ടോ. എവിടെ? ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞ. ഈ ചേട്ടനല്ലേ പറഞ്ഞ കാക്ക വീണുന്നാ. എന്നിട്ട് കാക്ക കുഞ്ഞിനെ എടുത്തോണ്ട് പോയി കാണുമായിരിക്കും. അവിടെ നിറച്ച് കാക്കയെന്ന് പറഞ്ഞായിരുന്നു. മോളിലിരുന്ന് പറക്കാൻ പഠിപ്പിച്ചതായിരിക്കൂടാ. അതിങ്ങനെ അത് ഒത്തിരി നാളായില്ല ഉണ്ടാക്കിയിട്ട്. അതെനിക്കറിഞ്ഞൂടാ. നിറച്ച് കാക്ക വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. വാ എന്നാ കാക്കകളെല്ലാം കൊണ്ട് ടൂർ വന്നായിരിക്കും. കാക്കയ്ക്ക് വേണ്ട ഒരു ടൂറൊക്കെ പോവാൻ. നമുക്ക് മാത്രം പോയാൽ മതിയോ? മഴ പെയ്യില്ല, നനയ്ക്കട്ടെ. മഴ പെയ്യാൻ തുടങ്ങുക. ചൊവ്വാഴ്ച ഏതാ എക്സാം? സംസ്കൃതം അറിയാവോ? SSLC പരീക്ഷ ഉണ്ടല്ലോ ഇടയ്ക്കോടെ. സീനടാ മോഹം ഇരിക്കും. നോക്കിക്കോ ചേട്ടൻ്റെ കുതിരപ്പുറത്തിരിക്കും പോലെ ഉണ്ട്. പറ. ഇതേ മോളിലിരുന്നൊരു കാക്ക കാക്കയുടെ കൂട് കാണിച്ചു ഇരിക്കുന്നു. കാക്കക്കൂടാണായിരിക്കുന്നത് സുഹൃത്തുക്കളെ. നിങ്ങളതാ കാണുന്നുണ്ടോ? ആ ഇരിക്കുന്നതാണ്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. കാക്കയാണോ പ്രാവാണോ? ആണ്ട എന്നെ പിടിച്ച് ഉന്തുന്നു തള്ളുന്നു. ഓ ചേട്ടൻ മാറിപ്പോക്കോ. ആര് ചേട്ടനെ തടഞ്ഞു? ഇതിനെയൊക്കെ നിറച്ച് പൂച്ചെടിയൊക്കെ വയ്ക്കാമെങ്കിൽ എന്ത് രസമായിരിക്കും ഇങ്ങനെയൊക്കെ. അവിടെ പോവോ ചേട്ടാ? ചേട്ടൻ അവിടെ പോവോ ചേട്ടാ? ഇത് കാക്ക. ഇത് നിന്നെ വിളിക്കണേ ചെറുക്കാന്ന്. അതെപ്പോഴാ? ആടിന് കൊടുക്കാനല്ലേ? ഇതാണ് പേര. തന്നെ മുളച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് വേണം ഇതിൻ്റെ ഇലയൊക്കെ വെന്ത് ആ വെള്ളം തണുത്ത് കഴിയുമ്പോൾ തലയൊക്കെ ഒന്ന് കഴുകാൻ. തലയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ച് എടുക്കാൻ. പിന്നെ ഇതിൻ്റെ ചോട്ടിൽ ഇച്ചിരി മണ്ണൊക്കെ വെട്ടിയിട്ടിട്ട് ചൂടൊന്ന് കെട്ടാമെങ്കിൽ സൂപ്പറായിട്ടിരുന്നോളൂ. അല്ല ചേട്ടാ? എന്നിട്ട് ചോടൊക്കെ കെട്ടണം റൗണ്ടിൽ. അപ്പോൾ നല്ല സൂപ്പറാവും. ചിലതൊക്കെ അങ്ങനെ ചുറ്റി ഇങ്ങനെ ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റി വാർത്ത് വയ്ക്കും. കേട്ടോ? കണ്ടിട്ടുണ്ടോ? ചേട്ടൻ എന്നെ പറയാനൊരു മടി.
ഏ പറ ചേട്ടാ, ചേട്ടാ പറ, ചേട്ടാ പറയാത്ത എന്താ? എന്നതാ? പറ. അല്ല അതങ്ങനെ കെട്ടി ഒരു ഇതായിട്ട് നല്ലതാ. ചേട്ടൻ ജോലിയിലേക്ക് പോവുക. ചറപറ ചറപറ ചറപറ, എല്ലാം ഒരു ചറപറ. ഒരു കത്തി. നിനക്ക് കത്തി വാങ്ങിച്ചോണ്ട് വരാം. എനിക്കിട്ട് നോക്കണം എത്ര, ഞാൻ കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. നിനക്കിട്ട് കത്തി വാങ്ങാ. തൊഴിൽ പോകുമ്പോട്ടെ നമുക്ക് തൊടുകൂടെ പോവാ. ഇല്ല, മുട്ടയും വാങ്ങണം, ഇനി പോകുമ്പോഴാട്ടെ. കത്തിയും വാങ്ങണം, മുട്ടയും വാങ്ങണം. നമുക്ക് പോയിട്ട് വരാ. രണ്ട് ചക്ക ഇട്ടു ഉച്ച സമയത്ത്. ചക്കപ്പുഴുക്ക് തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പ്ലാത്തിൽ നമ്മൾ വലിയ കയറും. പ്ലാത്തെ വലിയ കയറൂല കേട്ടോ, തോട്ടി കൊണ്ട് കയറും. ചേട്ടന് കോള് വന്നിട്ടുണ്ട്. ചേട്ടന് അപ്പം ഇങ്ങനെ ക്യാബേജിൻ്റെ ഇലയൊക്കെ എടുത്ത് ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കിയൊക്കെ വെക്കും. ആൻസാണെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിനകത്ത് ചോപ്പറിനകത്താണ് അരിയുന്നത്. ആൻസ് അരിയുന്നത് ഇതാ ഈ സാധനമാണ്. എടാ വാഴച്ചുണ്ട് എടുത്ത് വെച്ചായിരുന്നോടാ? ഏത് നിലത്ത് കിടന്നതാ? അവിടെ അതിൽ വാഴയുടെ ചൊട്ടിക്കൂടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ രണ്ടെണ്ണമുള്ള അതിൽ ആ കണ്ടലിന് തൊട്ടിപ്പുറത്തും അപ്പുറത്തും. ഓ ഞാൻ പോകാം. അപ്പം ഞാനാണെങ്കിൽ വാഴച്ചുണ്ട് എടുക്കാനായിട്ട് വന്നതാ. അപ്പോൾ അതാ ഇവിടെ ചേച്ചിമാരൊക്കെ നിന്നിട്ട് പുല്ല് തിന്നുന്നു. ആ ചേച്ചിമാർ നിന്നിട്ട് വെള്ളം കുടിക്കുന്നു. പിന്നെ ഇതാ അവിടെ ചേട്ടന്മാരൊക്കെ നോക്കി നിൽക്കുന്നു. അവിടെയാണെങ്കിൽ ഒരു ചേച്ചി കുളിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഒരു ചേട്ടൻ നിന്ന് തിന്നുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇവിടെ വാഴച്ചുണ്ട് തല്ലി ഒടിച്ച് താഴെ ഇട്ടിട്ടുണ്ടെന്ന് ആദ്യം വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ കണ്ടു. ഇനിയിപ്പോൾ ഒരെണ്ണം അങ്ങ സൈഡിലായിരിക്കും. എന്താ ഇത് കുനിഞ്ഞെടുക്കേണ്ട കാര്യമാണ് എൻ്റെ അമ്മ. ഇതൊരു വാഴച്ചുണ്ട്. പിന്നെ ഇവിടെ എവിടെയെങ്കിലും കാണും. അതാ കിടക്കുന്ന വാഴച്ചുണ്ടും പയറും കൂടെ ഇട്ട് തോരൻ വെച്ചാൽ അടിപൊളിയാണ്. വിഷമൊന്നുമില്ലല്ലോ, നാച്ചുറലല്ലേ. വാഴച്ചുണ്ട് തന്നെ വെക്കാനും നല്ലതാണ്. അപ്പോൾ അതാ വാഴച്ചുണ്ട് രണ്ടെണ്ണം ഇവിടെ കൊണ്ടുവച്ചു. അതിന് ശേഷം ചേട്ടൻ്റെ ഇവിടെ വന്ന് ഭയങ്കര അരിച്ചില്ല. അവിടെ ഒരാൾ നിന്ന് കാണിക്കണം. നോക്ക്, ആത്മാർത്ഥമായി പണിയെടുക്കുക. ആ മുഖമൊക്കെ നോക്കുക. ആ മുഖത്തെ വൈക്ലഭ്യം നിങ്ങൾ കാണുക. പണിയെടുക്കണ കുട്ടിയുടെ മുഖത്തെ പ്രസാദം നിങ്ങൾ കാണുന്നുണ്ടോ? ആത്മാർത്ഥമായി പണിയെടുത്തോളും. പിന്നെ അപ്പോൾ എന്നാ രസവാ. ഇങ്ങോട്ട് നേരെ നേടാ. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു റബ്ബർ തോട്ടോ എന്നാ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ബാസ്കോ, ക്യാമറയെന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ചോട്ടി എൻ്റെ പൊന്നുമക്കൂ. അവൻ്റെ കിടപ്പ് നോക്കിക്ക്. പാവം ചേട്ടനെ ഓട്ടക്കണ്ണിട്ട് നോക്കണം. ഇങ്ങനെ കാണിച്ചവൻ എന്നാന്ന്. ഇതാ നിൽക്കുന്ന നമ്മുടെ കൽഗം, നമ്മുടെ ടർക്കി. നമ്മുടെ ടർക്കി പെണ്ണാണത്. പെണ്ണാണ് പൂവനാണ് ആർക്കറിയാം. ആ കയറിയിരിക്കണേ ആണോ? ആടിന് കൊടുക്കണം. മാക്കുച്ചേട്ടായി എന്നാക്കോ
മാക്കുച്ചേട്ടായി തുക ആണോ? വാവു മാക്കുച്ചേട്ടായി, മാക്കുച്ചേട്ടായി ഇതെന്നാ ചേട്ടൻ്റെ ഒരു കഷ്ടപ്പാട് നോക്കണേ. നല്ല കാലത്തൊക്കെ ചേട്ടൻ സൗദിയിലെല്ലാം പോയി കിടന്ന് കഷ്ടപ്പെട്ടു. ഇപ്പൊ ചേട്ടൻ ഒരു പ്രായം കഴിഞ്ഞപ്പോ അടുത്ത കഷ്ടപ്പെടുക കിടന്ന്. കഷ്ടപ്പാടു മാത്രം ഭൂമിയിലെ വാസമോ എന്നു തീരും എന്റെ കഷ്ടമിന്നി മണ്ണില്. ഇല്ല അത് പറയൂല. അന്നു തീരും എന്റെ വാസം ഇന്നി ഭൂമിയിൽ. ഒരു പാട്ട് പാടാവോ ചേട്ടാ? ക്രിസ്ത്യൻ പാട്ട് പാടിയാൽ മതി. ഇനി അടുത്തത് നമുക്ക് ഇവനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? കുഴപ്പമില്ലേ? ആർക്കാണ് കുഴപ്പമില്ലാത്ത? ആയോ? പിന്നെ എന്തോ ഉണ്ട് വിശേഷമൊക്കെ? നിനക്ക് ഇപ്പം എന്നാ തിന്നാൻ തോന്നുന്നേ? ആ ഷെയ്ക്കോ? എന്തോ പൊന്നോ, നമുക്ക് ആൻസ് കൂട്ടന് ഷെയ്ക്ക് വാങ്ങിച്ചു കൊടുക്കോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുവാണ്. ഇന്നത്തെ വീഡിയോ ഒന്ന് അരച്ചാടാ, നിന്റെ തലയിൽ എന്തോ ചാര ഇരിക്കണതാ. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് കമൻ്റൊക്കെ ചെയ്ത് അഭിപ്രായങ്ങൾ. വീഡിയോ കാണുന്നവർ ഞങ്ങൾ പണ്ട് മുതലേ വീഡിയോ കാണുന്ന, പക്ഷെ ആദ്യത്തെ കമൻ്റാണെന്നും പറഞ്ഞ് ആരും വരരുത്. എല്ലാവരും കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യണം. കമൻസ് ഇട്ടാലാണ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് അങ്ങ് പോകത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ 2 സ്റ്റിക്കർ ഇട്ടിട്ട് പോകാൻ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണം. അത് വായിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട് കേട്ടോ. സത്യം പറയുവാണ്, കമൻസ് വായിക്കുമ്പോൾ സന്തോഷം. ചിലപ്പോൾ റിപ്ലൈ തരാനായിട്ട് പറ്റിയെന്ന് വരില്ല, പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ എല്ലാവർക്കും തന്നിരിക്കും. ഒരു വീഡിയോ ഇട്ടെങ്കിലും നമ്മൾ റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം. സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. ഒരു സുമയുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ നമുക്ക് വീഡിയോസിന് സ്ഥിരമായിട്ടൊരു ഐശ്വര്യമുണ്ട് ഒക്കെ കമൻ്റ് ഇടാറുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കമൻസ് ഒക്കെ ആയിട്ട് വരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ആൻസർ ഉടനെ ഷെയ്ക്ക് ഇന്ന് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഒന്നും അറിയത്തില്ല. അപ്പോൾ ബായ്. അടുത്തേക്ക് കൊണ്ടല്ലോ, നിൽക്കാടെ.